രണ്ട്, കൊടുക്കുന്ന വ്യക്തിയുടെ നോമ്പുമായി ബന്ധപ്പെട്ട് റമദാൻ ഇബാദത്തുകളിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ സംഭവിച്ചെങ്കിൽ അത് പൊറുക്കപ്പെടുക എന്നുള്ളതും അതിൻ്റെ നിയത്താണ്. സക്കാത്തിലൂടെ സാമ്പത്തിക ശുദ്ധീകരണം നടക്കും പോലെ, മറുഭാഗത്ത് ദരിദ്രന്റെ ദാരിദ്ര്യത്തിന് ശാന്തത ലഭിക്കുന്നത് പോലെ പട്ടിണിക്ക് പരിഹാരമായിട്ടാണ് ഫിത്ർ സക്കാത്തിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർബന്ധമാണെന്ന് പറഞ്ഞു. ഒരാളിന് ഒരു 2.5 കിലോ, ഏറ്റവും കുറഞ്ഞത് 3 കിലോ കണക്കായി ഭക്ഷ്യധാന്യം കൊടുക്കുകയാണ് വേണ്ടത്. പരമാവധി അത് തന്നെ കൊടുക്കുക. തീർത്തും അസൗകര്യമുള്ളവർ അതിൻ്റെ പണം എവിടെയെങ്കിലും ഏൽപ്പിച്ചു വേണമെങ്കിലും കൊടുക്കാം. അക്കാര്യം എല്ലാവരും ശ്രദ്ധിക്കും. പെരുന്നാളുമായി ബന്ധപ്പെട്ട സുന്നത്തുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിൻ്റെ 1ാമത്തെ ദിവസം മുതൽ ഇതുവരെ ഈ ചാരിറ്റി വില്ലേജിലെ ഈ സാധുക്കളായ മക്കളോടൊപ്പം പ്രത്യേകം ദുആ വസിയ്യത്ത് ചെയ്തുകൊണ്ട് ഇഫ്താറിന് വന്നവർ, തറാവീഹിന് വന്നവർ, ചെറുതും വലുതുമായി സഹായങ്ങൾ നൽകിയവർ, ഈ നാട്ടിലും പ്രവാസ ലോകത്തിൻ്റെ വിവിധ കോണുകളിലായി കഴിയുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ എല്ലാ നിയ്യത്തിനെ നാഥനായ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ, ഖബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാ വിഷമതകളെ തൊട്ടും അവരെയും നമ്മയും എല്ലാവരെയും അള്ളാഹു മോചിപ്പിക്കുമാറാകട്ടെ. ശാന്തതയും സമാധാനവും അള്ളാഹു തരട്ടെ. വിശേഷമായി ഇന്നത്തെ ദിവസം പ്രത്യേകം ദുആ വസിയ്യത്ത് ചെയ്തിട്ടുള്ള നമ്മുടെ സഹോദരൻ ബഹുമാന്യനായ മുഹമ്മദ് റാഫി സാഹിബിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളായ വേങ്ങോട് റിയാസ് സാഹിബ്, അതുപോലെ റിയാസ്, അവരുടെ പ്രിയപ്പെട്ട മാതാവ് താജുന്നിസാ ബീവി മരണപ്പെട്ടിട്ട് കുറഞ്ഞ ദിവസങ്ങളെ ആയിട്ടുണ്ട്. അല്ലാഹു മഗ്ഫിർ ലഹാ വറഹംഹാ. അല്ലാഹു റബ്ബുൽ ആലമീൻ മാതാവിനെ സ്വീകരിക്കട്ടെ, സ്വർഗാവകാശികളിൽ ആ മാതാവിനെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ പാരത്രിക ലോകത്തെ ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലികാലിൽ ആ മാതാവിനെയും കുടുംബത്തിനെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന പ്രത്യേകം പല കാര്യങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് ദുആ വസിയ്യത്തുമായി വന്നവർ, ഇരിക്കുന്നവർ എല്ലാവരുടെയും നിയ്യത്തുകൾ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഇനിയും ജീവിതത്തിൽ ഒരുപാട് റമദാനുകൾ ഇതുപോലെ സംബന്ധിക്കാൻ അല്ലാഹു നമുക്ക് അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ-റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. اللهم ارزقنا في الدنيا زيارته ولا تحرمنا رؤيته وأوردنا حوضه المورود وحشرنا في زمرته تحت ظل لوائه المعقود. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അർഹമുർറഹീമായ ദയാലുവായ അല്ലാഹ്, സ്നേഹനിധിയായ കരുണാവാരിധിയായ റഹ്മാനേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. പാപികളായ ദോഷികളായ സാധുക്കൾ നിന്റെ മുമ്പിലേക്ക് കൈനീട്ടുന്ന ഈ കൈനീട്ടത്തിന് നീ തട്ടല്ല റബ്ബേ. ഇതിനെ വൃഥാവിലാക്കി നീ മടക്കല്ല അല്ലാഹ്.
നിന്റെ കാരുണ്യത്തിന്റെ കേദാരത്തിലേക്ക് നിന്റെ വിശാലമായ മർഹമത്തിനെ പ്രതീക്ഷ വെച്ചുകൊണ്ട് ചോദിക്കുന്നു അല്ലാ, ഈ സാധുക്കളായ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ ബലഹീനമായ നോമ്പുകളെ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, വീഴ്ചകളുള്ള തറാവീഹിനെ കബൂലാക്കണമല്ലാ. ഞങ്ങളെ കൊടുത്ത സ്വതക്കകളെ സ്വീകരിക്കണേ റബ്ബേ. പുണ്യകർമ്മങ്ങൾ എന്തെല്ലാം നിർവഹിച്ചോ സ്വീകരിക്കണം റഹ്മാനെ. നിന്റെ പരിപാവനമായ വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിൽ നിന്നും നിർവഹിച്ചതിനെ നീ സ്വീകരിക്കണം അല്ലാ. പടച്ചവനെ, ഇനി ശിഷ്ടകാലം മുഴുവനും നിന്റെ ഖുർആനിലൂടെ സഞ്ചരിക്കാൻ, ഖുർആനിലായി ജീവിക്കുവാൻ, ഖുർആൻ കൊണ്ട് സർവ്വതും നേടാൻ, ഖുർആൻ കൊണ്ട് സർവ്വതിനെയും പ്രതിരോധിക്കാൻ, ഖുർആൻ കൊണ്ട് ഖൈറിന്റെ എല്ലാ കവാടങ്ങളും തുറന്നു നേടാൻ തൗഫീഖ് നൽകണം അല്ലാ. പടച്ചവനെ, നിന്റെ വിശുദ്ധമായ കലാം അവതരിച്ച ഈ അനുഗ്രഹീതമായ രാപകലുള്ള പുണ്യമായ റമളാൻ, ആ റമളാൻ പര്യവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു റബ്ബേ. ഈ നിമിഷം വരെ നിങ്ങൾ നിർവഹിച്ച എന്തെല്ലാം അഅ്മാലു സാലിഹാത്തുകളുണ്ടോ, ഒന്നുപോലും വീഴ്ച വരാതെ, ഒന്നിൽ പോലും കുറവ് വരാതെ പരിപൂർണമായി ഞങ്ങൾക്ക് ഉപകാരപ്പെടുത്തണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദരങ്ങൾ, വേണ്ടപ്പെട്ടവർ ജീവിച്ചിരിക്കുന്ന ആരെല്ലാം കൂട്ടത്തിലുണ്ടോ, നീ ആഫിയത്ത് നൽകണം അല്ലാ, ഖൈർ നൽകണം അല്ലാ, സലാമത്ത് നൽകണം അല്ലാ. പടച്ച റബ്ബേ, റഹ്മാനായ നാഥാ, അതിൽ മരണപ്പെട്ടു പോയ ആരെല്ലാം ഉണ്ടോ, അവരുടെ ഖബറിടങ്ങളെ നിന്റെ സ്വർഗ്ഗത്തിന്റെ ആരാമങ്ങളിൽ പെടുത്തണേ അല്ലാ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാരിൽ പെടുത്തണം അല്ലാഹ്. പടച്ച റബ്ബേ, റഹ്മാനായ റബ്ബേ, ഇവിടെ ഒരുമിച്ച് കൂടിയ ഓരോ വ്യക്തിത്വങ്ങള്, സ്ത്രീ പുരുഷ ഭേദമന്യേ ചെറുത് വലുത് മുഴുവൻ മനുഷ്യരുടെയും മനസ്സിൽ എന്തെല്ലാം ഹലാലായ ആഗ്രഹങ്ങൾ, മുറാദുകൾ എത്തരണത്തിലുണ്ടോ, അത് മുഴുവനെയും നീ നിറവേറ്റി കൊടുക്കണം അല്ലാഹ്. എന്തെല്ലാം വിഷമതകളെ, പ്രയാസങ്ങളെ തൊട്ട് ദുഃഖത്തോടെ ദുആ വസിയത്ത് ചെയ്തോ, അതിൽ നിന്നെല്ലാം നീ രക്ഷ നൽകണം അല്ലാഹ്. നിന്റെ പ്രത്യേകമായ കാവലും റഹ്മത്തും ചെറിയ ആളുകളിൽ ഞങ്ങളെ പെടുത്തണം റബ്ബേ. ഈ പരിപാവനമായ വിശുദ്ധ മാസം നാളെ ഞങ്ങൾക്ക് അനുകൂലമായി നിന്റെ സ്വർഗീയ കവാടത്തിങ്കൽ വന്ന് ശുപാർശ ചെയ്യുന്ന സജ്ജനങ്ങളിൽ പെടുത്തണം അല്ലാഹ്. അല്ലാഹുവേ, എല്ലാ കാര്യങ്ങളും നിന്നിലേക്ക് ഞങ്ങൾ ബരമേൽപ്പിക്കുന്നു റബ്ബേ. ഞങ്ങൾക്ക് വേണ്ടത് എന്താണ്, വേണ്ടാത്തത് എന്താണ് നീ കൃത്യമായി അറിയുന്നവനാണല്ലോ റബ്ബേ. വേണ്ടതൊക്കെയും തരണമല്ലോ. ഞങ്ങളുടെ വ്യക്തി ജീവിതം, കുടുംബജീവിതം, ഉപജീവനം, തൊഴിൽ മേഖല, വരുമാന മാർഗം, ഇതൊക്കെയായി ബന്ധപ്പെട്ട് ബറക്കത്ത് നൽകണം അല്ലാ, ഐശ്വര്യം നൽകണം അല്ലാ, ഖൈർ നൽകണം അല്ലാ, സലാമത്ത് നൽകണം അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം, സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശിൽ അദീം. പടച്ച റബ്ബേ, ഇതിന്റെ ഫضل കൊണ്ട് റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ മുഴുവൻ ആവശ്യങ്ങളെ നിറവേറ്റണം അല്ലാ. പടച്ചവനെ, നാട്ടിലും പ്രവാസ ലോകത്തിന്റെ വിവിധ കോണുകളിൽ, വിവിധ ദിക്കുകളിൽ, വിദൂരങ്ങളിൽ, വിദേശ രാജ്യങ്ങളിലൊക്കെയായി വിവിധങ്ങളായ മേഖലകളെ ഉപജീവനാർത്ഥം ബന്ധപ്പെട്ട് കഴിഞ്ഞിരുന്ന നമ്മുടെ വേണ്ടപ്പെട്ട പ്രവാസികളായ സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവർ, പടച്ചവനെ, അപ്രതീക്ഷിതമായി പല സ്ഥാപനങ്ങളുടെ ജോലി നഷ്ടപ്പെടുകയാണ് റബ്ബേ. നിലനിൽപ്പ് തന്നെ ഭീഷണിയിലായി നിന്ന് നിൽപ്പിലായി നാട്ടിലേക്ക് യാത്രയാക്കപ്പെടുമ്പോ ആ നാടിന് നീ കൈവിടല്ല റബ്ബേ. ഈ ഉമ്മത്തിന്റെ സഹായികളായ അറബ് ജനതയ്ക്ക് നീ മോചനം നൽകണേ അല്ലാ. നീ അവരെ കൈവിടല്ലേ അല്ലാ. നീ അവർക്ക് പ്രത്യേക സംരക്ഷണം നൽകണം അല്ലാ. അല്ലാഹുവേ, നീ അവരെ സ്വീകരിച്ച് സലാമത്തിലാക്കണം അല്ലാ. പടച്ച റബ്ബേ, മറ്റ് ഏതെല്ലാം ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആരെല്ലാം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ, ഇവിടെ മുഴുവൻ ഹലാലായ മുറാദുകളും അവരുടെ മുറാദുകളെയും ആഗ്രഹങ്ങളെയും നീ സഫലമാക്കി കൊടുക്കണം അല്ലാ. ഈ ദുആഇനെ നീ ഖബൂലാക്കണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയ ഓരോ വ്യക്തിത്വങ്ങളുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ട് നിന്നിലേക്ക് നീ വിളിച്ച മാതാപിതാക്കൾ, ഉസ്താദ്മാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദരങ്ങൾ, ഭർത്താക്കന്മാർ, ഭാര്യമാര്, ആർക്കെല്ലാം വേണ്ടിയിട്ട് ദുആ വസിയത്ത് ചെയ്യുകയും മനസ്സിൽ കരുതുകയും ചെയ്യുന്നുണ്ടോ, ആ ഖബറുകളെ ഒന്നാകെ നീ പ്രകാശപൂരിതമാക്കണമല്ലാ. എന്തെന്നില്ലാത്ത ദൂരത്തിലേക്ക് നീ വിശാലത നൽകണേ അല്ലാ. പടച്ചവനെ, നിന്നനുസരിച്ച് ജീവിക്കാൻ പര്യാപ്തമാകുന്ന സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒരുമിപ്പിച്ചു തരണമല്ലാ. ഈ ദുആഇനെ നീ ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ ലാ തറുദ്ദന്ന ഐദിയനാ ഖായിബീൻ ബിസബബി ദുനൂബിനാ യാ റബ്ബൽ ആലമീൻ
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بحق أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عنا يا كريم اللهم إنك عفو تحب العفو فاعف عنا يا كريم اللهم إنك عفو تحب العفو فاعف عنا يا كريم يا رحيم يا الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.